ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈശുസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ എവിടേക്കാണ് പോകണം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. തമ്മിലെല്ലാം എപ്പോഴും നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ചേച്ചിയുടെ മോൾ, അതായത് ഞങ്ങളുടെ വല്യമ്മയുടെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോണത്, പെരുവയലിലേക്ക്. അപ്പോൾ പോണ വഴിക്കുമ്പോൾ സങ്കേതത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇങ്ങനെയൊന്നല്ല, ഞായറാഴ്ച ആയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ റീല് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം അഹങ്കാരമായ സങ്കേതം. എന്തൊരു ഭംഗിയാണെന്നല്ലോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് എല്ലാവരും വരും, വെള്ളത്തിൽ കളിക്കുന്നത് കാണാം, കുറേ ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ ആയിട്ട് സങ്കേതം ഭയങ്കര ബിസി ആയിരിക്കും മഴക്കാലത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളും ഇവിടുന്ന് 1-2-3 ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 1-2-3 ഓക്കെ. ഞങ്ങൾക്ക് അടുത്തുള്ള നല്ലൊരു ലൊക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ മിസ്സാക്കൂലല്ലോ. ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോണത്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, കാരണം ചേച്ചിക്ക് വണ്ടി പഠിച്ചുകൂടെയെന്ന്. പഠിച്ചിട്ടുണ്ട് മക്കളെ, ലൈസൻസും ഉണ്ട്. ഈ ലൈസൻസ് കാണിച്ചാൽ വണ്ടി തന്നെ ഓടി പോകുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ. അങ്ങനെയാണ് എത്രയോ പേര് ഇപ്പോൾ വണ്ടിയും കൊണ്ട് നടന്നേനെ. എന്നെപ്പോലെ ലൈസൻസൊക്കെ കയ്യിലുണ്ട്, വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഓടിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറയുന്നത് എനിക്കും സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഉഷമ്മയ്ക്ക് ട്വിൻ സിസ്റ്റർ ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചു. ഇത് ഉഷമ്മയുടെ അനിയത്തിയാണ് കേട്ടോ, ഷീലേച്ചി. 2 പേര് ഒരുപോലെ ഉണ്ടല്ലേ കാണാൻ. ക്യാമറ കണ്ടാൽ പിന്നെ അവരൊക്കെ മുഖഭാവങ്ങൾ ഇങ്ങനെയാട്ടോ. അങ്ങോട്ട് തല അങ്ങോട്ട് വെട്ടിച്ചങ്ങോട്ട് പോവുകയാണ് ചെയ്യുക കേട്ടോ. ഉച്ചയ്ക്കൊക്കെ നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. റിസപ്ഷനൊക്കെ വെള്ളത്തിലാവോ ദൈവമേന്ന്. പിന്നെ ജൂണിൽ കല്യാണം ഉറപ്പിച്ചാൽ വെയിൽ കിട്ടുമെന്നാണോ വിചാരിക്കുന്നതെന്ന് ആരും കമൻറ്റ് ചെയ്യേണ്ട. കാരണം നമ്മളങ്ങോട്ട് ഉറപ്പിച്ചു, പക്ഷേ എന്നാലും ചെറിയൊരു ബ്രേക്കൊക്കെ കിട്ടും. കാരണം ഇതിന് മുന്നേയൊക്കെ നല്ലൊരു ബ്രേക്ക് കിട്ടിയായിരുന്നല്ലോ. ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് തുമ്പീനെ അല്ലൂസിനെയൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് കുറേയൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഓടേണ്ടി വന്നിട്ടുണ്ട്. പോയി തിരിച്ച് വരലൊക്കെ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. വലിയമായി കാര്യമായിട്ട് ഫോൺ കുത്താണ്ട് ഈ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ഓട്ടാണ് ഉണ്ടാവുക. പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ഇവിടെ എന്തോ കളിയിലാണ്. ഈ കളി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അതൊരു ലുഡോ മാത്രമേ അറിയുള്ളൂ. കുട്ടികളൊക്കെ പുരോഗമിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മേനെ സാരി ഉടുപ്പിച്ചു, ബാക്കിയുള്ളവർ സാരി ഉടുക്കാൻ ഹെൽപ്പ് ചെയ്തു, കുറേ വാചകടിച്ച് അത് കഴിഞ്ഞ് മക്കളെയൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് എനിക്ക് സമാധാനമായത് ഗൈസ്. അല്ലുട്ടൻ്റെ ബർത്ത്ഡേക്ക് അപ്പു വാങ്ങിച്ചു കൊടുത്ത ടീഷർട്ടായിരുന്നു കേട്ടോ. അത് ഇത് ഇട്ടപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. തുമ്പമ്മേനെ റെഡിയാക്കി. പിന്നെ അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയതെന്ന് വേണേൽ പറയാം. ഇനി എനിക്ക് പോയിട്ട് റെഡി ആവണം അത്രേ. ഞാൻ മാത്രം റെഡി ആയപ്പോരാ, ദേവു ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചിയാണെന്ന് എനിക്ക് ഒക്കെ മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ ദേവു എടുത്ത് വെച്ചാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മയ്ക്കിട്ട് എന്തെങ്കിലും പണി കൊടുത്താൽ അവർക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കുഞ്ഞ് കാര്യമായിട്ടുള്ള മേക്കപ്പിലാണ് കേട്ടോ. ഇവള് അമ്മയുടെ അനിയത്തിൻ്റെ മോള്, നമ്മൾ നേരത്തെ പറഞ്ഞ ഷീലേച്ചിൻ്റെ മോളാണ് കേട്ടോ. ഇവളെ എന്നെയും കാണാൻ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നോട് കുറേ പേര് പറഞ്ഞു, ഇവളുടെ അടുത്തും ഇവളുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അത്രേ ഇത് നിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവൾ പറയും എൻ്റെ ഏട്ടത്തിയമ്മയാണ്, ഏട്ടൻ്റെ വൈഫാണെന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ട് കാണാനെന്നാണ് പറയാറെന്ന്. അപ്പോൾ എന്നെയും കുഞ്ഞിന് ഒരുപോലെ ഉണ്ടോ, എവിടെയെങ്കിലൊക്കെ സിമിലാരിറ്റി ഉണ്ടോ നിങ്ങൾ പറയാം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതൊരു അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ ദേവ് ഇതാ മുമ്പിൽ വന്ന് കാര്യമായിട്ട് ഇരുന്നുണ്ട്. കാരണം അവൾക്ക് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആദ്യം ഞാൻ അവളോട് പറഞ്ഞു, മോളെ മുടീൻ്റെ കാര്യത്തിൽ എന്നോട് പറയരുത്. കാരണം എനിക്ക് ഹെയർ സ്റ്റൈൽ തീരെ സെറ്റല്ല ഗൈസ്. ആകെ തുമ്പിക്ക് മാത്രമാണ് ഞാൻ ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാറ്. ഇവിടെ ചെറിയമ്മ കുട്ടീനെ പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മേക്കപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടി ആരും മുമ്പിലും തലകുനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ചെറിയമ്മയും കുട്ടിയും കൂടെ ഉള്ള ക്യൂട്ട് മൊമെൻറ്റ്സ്. ഇത് പകർത്തിയത് നമ്മുടെ അപ്പുവാണ് ഗൈസ്, നമ്മുടെ ചെറിയ മാമൻ്റെ മോൻ. പിന്നെ ഇത് അല്ലുട്ടൻ്റെ മെയിൻ ഒരു ഹോബിയാണ്. ഇപ്പം തുമ്പമ്മ എവിടെയെങ്കിലും അടങ്ങിയിരിക്കുകയായിരിക്കും, അവിടെ പോയി ചൊറിഞ്ഞ് കച്ചറ ഉണ്ടാക്കുക. അപ്പോൾ ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ വരുന്ന ഒരു 3 പീസ് സെറ്റായിരുന്നു. ഇത് ഓൺലൈനല്ല, ആരൊക്കെ എന്നോട് ലിങ്ക് ചോദിച്ചായിരുന്നു. ഓൺലൈനല്ല, ഞാൻ മുക്കത്ത് TP കളക്ഷൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഇത്തവണ സാരിയും എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ദേവ് പോയത് കുഞ്ഞിൻ്റെ അടുത്തേക്കാണ്, കാരണം കുഞ്ഞാണ് ഇന്ന് അവളുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മുകളിൽ നിന്ന് ഷടപടേന്ന് പറഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പിക്ക് കണ്ണെഴുതാനോ പറ്റില്ല വെച്ചിട്ട് ഞാൻ സ്മോക്കി ഐസാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വാരി പൊത്തുന്നുണ്ട്. അല്ലുട്ടൻ അവിടെ എന്താണ് വികൃതി കളിക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. ഈ 2 ദിവസം അല്ലുട്ടനെ മാനേജ് ചെയ്യാനാണ് ഞാൻ 8ൻ്റെ പണിയെടുത്തത്. തുമ്പിയാണെങ്കിൽ കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് മാറണില്ല കേട്ടോ. കണ്ണാടിയിൽ നോക്കുക, ചിരിക്കുക, അതന്നെ മുപ്പത്തിൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ഇത്തവണ നമ്മൾ മാച്ചിങ് ഒന്നല്ലായിരുന്നു കേട്ടോ. ഇതന്നെ ഞങ്ങൾ എന്താ പറയുക, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാന്ന് വേണേൽ പറയാം. സാധാരണ കല്യാണത്തിനൊക്കെ ഞാൻ കുറേ മുന്നേ എല്ലാം സെറ്റാക്കി വെക്കുന്നത്, പക്ഷേ ഇത്തവണ എല്ലാം കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. ഒരുക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഇതാ രേഖിച്ച് സ്നേഹചേട്ടനും മക്കളൊക്കെ വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോഴത്തേക്കും അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വല്യമ്മയും അമ്മയും ചെറിയമ്മയും അതിലൂടെ തുമ്പിയും ഒക്കെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ സൈഡിൽ നിന്ന് തൊട്ട് തുടങ്ങാം. ഇത് അമ്മയുടെ ചേച്ചി, അനിയത്തി, പിന്നെ ഉഷമ്മ, ഇതാണ് കല്യാണ പെണ്ണ് കേട്ടോ. പിന്നെ അപ്പുറത്തുള്ളത് വല്യമ്മായി, ചെറിയമ്മായി. ഇതാണ് ഈ സെറ്റ്. നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇനി അങ്ങോട്ടേക്ക് ഈ വ്ളോഗിലും അടുത്ത വ്ളോഗിലൊക്കെ നിങ്ങൾക്ക് ഇവരൊക്കെ തന്നെയാണ് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അമ്മയുടെ ഫാമിലിയിലെ പെൺപടകൾ കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ക്യാമറാമാനിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ കസിൻ്റെ മോനാണ് അവൻ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത് സന്തോഷമായി, എനിക്കൊരു ഇല്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു, നീ എനിക്ക് ഇന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നത്. അങ്ങനെ അവസാനം
എന്തായി അവൻ കുടുങ്ങി, അവൻ എടുത്തുന്ന വീഡിയോസാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു പിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഓടി വരുന്നത് ഞാനില്ലാത്തൊരു ഫോട്ടോയോ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പു വന്നിട്ടുണ്ട്. അല്ലുട്ടനെ പിന്നെ 1000 വട്ടം വിളിച്ചു, ചെക്കൻ ഫോട്ടോ എടുക്കാനൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് അല്ലുട്ടനെ കൂടെയുള്ള ഒരു മര്യാദയ്ക്ക് ഒരു പിക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു കാര്യം ഗൈസ്, നമ്മുടെ ബ്രൈഡ് ട്വിൻസ് ആണ് കേട്ടോ, മായ മാലു. അതിൽ മാലുവിൻ്റെ കല്യാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ആകെ ഒരു വിഷമം ഉണ്ടായത് വൈശാഖേട്ടനും കട്ടയില്ലായിരുന്നു. പിന്നെ കല്യാണി നാളെ കല്യാണത്തിലാണ് വരിക, കാരണം 2 ദിവസം കൂടെ വരാനാവില്ല പറഞ്ഞിട്ട്. കാരണം ഇത്രയും ദൂരമൊക്കെ ഉണ്ടല്ലോ, വാവേനെ വെച്ചൊക്കെ വരണ്ടേ. അതുകൊണ്ട് അവൾ കല്യാണത്തിന് അന്നാണ് വരിക. അപ്പോൾ ഫംഗ്ഷൻ്റെ സമയത്ത് വൈശാട്ടനില്ല, കട്ടയില്ല, കല്യാണില്ല. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ സിസ്റ്റേഴ്സ് 3 പേരും കൂടി എടുത്തിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ആ സംഭവം കണ്ടുപിടിച്ചത്. അത് ആ മരത്തിന് മുകളിൽ ഒരു പടത്തിൽ തൂങ്ങി കിടക്കുന്നതാണ്. അപ്പോൾ ആത്മാർത്ഥതയുള്ള കുട്ടി അതെടുത്ത് കളയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ തന്നെ അവൾ പറഞ്ഞു, അയ്യോ അതൊക്കെ എടുത്ത് ഇടുമല്ലോ ഇപ്പോൾ യൂട്യൂബിൽ, എല്ലാം കിട്ടിയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ചെറിയച്ഛനാണ്, ഷീലേച്ചിൻ്റെ ഹസ്ബൻഡ് കേട്ടോ. നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ മക്കളെ, ചെറിയച്ഛനെ കൊണ്ട് ഞാൻ അവിടുന്ന് യോ ഇടിയിപ്പിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ചെറിയച്ചാ ചിരിക്ക്, ചെറിയച്ചാ ഇതാ യോ കാണിക്ക് ചെറിയച്ചാ എന്നൊക്കെ പറയുമ്പോൾ പാവാണ് കേട്ടോ ചെറിയച്ഛൻ. അങ്ങനെ ഒന്നും നോ പറയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ, അങ്ങനെ എല്ലാത്തിനും വരും കേട്ടോ. അമ്മായിയാണ് എൻ്റെ എപ്പത്തെ കേട്ടോ. ഞാൻ എപ്പം മൂട് വന്നാലും അപ്പം അമ്മായിൻ്റെ 2 വീഡിയോ എടുക്കാം. അപ്പം അമ്മായിൻ്റെ ദൃശ്യേന്നാണ് പറയാം കേട്ടോ. ഇത് കുഞ്ഞി, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കണ്ണം വന്നിട്ടുണ്ട്. ഇത് ചെറിയച്ഛനുള്ള ഡ്രസ്സും കൊണ്ടുപോകാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വൈശാട്ടൻ അനിയനാണ്, അതായത് അമ്മയുടെ അനിയത്തിന്, നമ്മളെ ശീലച്ചിൻ്റെ മോനെ, അതായത് ഇവിടെ ചേട്ടൻ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കൊക്കെ കൂടെ കൺഫ്യൂഷൻ ആവട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫാമിലി മൊത്തം പഠിക്കണം എന്നുള്ള അവസ്ഥയിലേക്കും. അപ്പോൾ ആരോ തിരയുന്നത്, അത് ആരെയായിട്ട് തിരയുന്നതെന്ന് ചോദിച്ചപ്പം അവൻ്റെ ഇരുത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും വൈശാട്ടൻ ലൈനടിച്ച് നടക്കുന്ന സമയത്ത് ഇവൻ കുഞ്ഞു കുട്ടിയായിരുന്നു ഗൈസ്. അമ്മായി എൻ്റെ ഇടയിൽ പോയിട്ട് ഇതാ ഓൾ എന്തൊക്കെയോ എടുത്ത് യൂട്യൂബിൽ ഇടാണ് കേട്ടോ എന്നാണ് കേട്ടോ പറയണത്. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഓരോരുത്തർ, എനിക്ക് കുറേ പേര് വരുന്ന ആൾക്കാരൊക്കെ എനിക്ക് അറിയാം കേട്ടോ. കാരണം നമ്മളുടെ, അതായത് നിങ്ങളുടെ അമ്മയുടെ വീടിനടുത്തല്ലേ എൻ്റെ വീടെന്ന് എനിക്ക് ധൈര്യപൂർവ്വം എൻ്റെ ഉഷമ്മേൻ്റെ അടുത്ത് പറയാം. കാരണം ഉഷമ്മയുടെ ശീലേച്ചിൻ്റെ വലിയമ്മേൻ്റെ ഒക്കെ അമ്മ വീടും എൻ്റെ വീടും അടുത്തടുത്താണ്. അങ്ങനെയാണല്ലോ ഞാനും ടേട്ടനും കാണുന്നത്. ഓക്കെ, അങ്ങനെ ഇതാ ദേവ് കണ്ടില്ല, ക്യാമറ ഓൺ ആക്കിയാൽ പിന്നെ കുട്ടി ചിരിയോട് ചിരിയാ. തുമ്പമ്മയാണെങ്കിൽ അച്ഛമ്മേൻ്റെ ഒക്കത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. അല്ലൂസും 2 പേരും അച്ഛമ്മേനെ ചുറ്റിപ്പറ്റി എന്നെ നടക്കുന്നത്. ഫുഡ് എടുത്തുകൊണ്ടെന്ന് ഞാൻ കൊടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് അമ്മ തരണ്ടോ, അച്ഛമ്മ തന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എടുത്തത്. ആ സമയത്ത് എൻ്റെ കയ്യിലുള്ളത് കൊടുത്തപ്പോൾ കുട്ടി കഴിച്ചു, അത്ര തന്നെ. അല്ലൂസ് ഇതുവരെ ഉണ്ടല്ലോ മറ്റേ വെള്ളി നക്ഷത്രത്തിലെ ജഗതിയും ജഗദീഷും പോലെ, ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ കരയും, ഒരാൾ കരയുമ്പോൾ ഒരാൾ ചിരിക്കും. ഇതാണ് അവസ്ഥ. അവർ 2 പേരെയും കൂടെ മാനേജ് ചെയ്യാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും അമ്മയും. ഓക്കെ, അങ്ങനെ അമ്മ പറയുന്നുണ്ട് ഇതിപ്പോൾ ശരിയാവില്ലല്ലോ എന്ന്. ഞാൻ അങ്ങനെ എൻ്റെ കുട്ടികളെ വളർത്തിയിരിക്കുന്നത്, അച്ഛമ്മ അച്ഛമ്മ. അവസാനം അമ്മ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലൂസ് വെറുതെ കരയാ. തുമ്പി കുറച്ചു നേരം കരഞ്ഞു, ഇപ്പോൾ ബ്രേക്കിലാണ്. ഇപ്പോൾ അല്ലൂസാണ് ഡ്യൂട്ടി കയറിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവരെ വയ്യാല ഓട്ടത്തിനിടയിൽ ഞാൻ തന്നെ പറയുന്നുണ്ട്. കാരണം ഞാനാണെങ്കിൽ എൻ്റെ അഹങ്കാരത്തിന് കുറച്ച് ഹീലുള്ള ചെരുപ്പാണ് ഇട്ടുണ്ടായിരുന്നത്. അതും കൂടെ ഇട്ടുകൊണ്ട് മക്കളെ, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഊരവേദന ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ. അങ്ങനെ ഇതാ വൈശാട്ടൻ വന്നപ്പോൾ വൈശാട്ടിന് വാച്ച് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. കാരണം വൈശാട്ടൻ ഇത് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ് എനിക്ക്. ഇത് ഇത്രയും ദിവസം എന്താടി ഇടാത്ത, നീ എന്താ ഞാൻ വാങ്ങി തന്നെ ഇടാത്തതെന്നാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചീത്തയേക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തു ഏട്ടാ, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഏട്ടനെ നിങ്ങൾ സോപ്പിട്ട് വെച്ചാണ് ഗേസ്. അങ്ങനെ ചേട്ടന് ഞാൻ ആ പുത്രൻ്റെയും ആ പുത്രീൻ്റെയും ഒക്കെ കാര്യം പറയുകയാണ്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പരെ വിളിച്ച ആവലാതി പറഞ്ഞൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം മൂപ്പരുകാരനാണേ ഞാനിങ്ങനെ ഓടുന്നത്. അപ്പം മൂപ്പരുകാരനെ മാത്രമാണോ നിങ്ങൾ ചോദിക്കാമല്ല, ഞാനുമാണ്. എന്നാലും എനിക്കിതൊക്കെ ഒന്ന് ഏട്ടനോട് പറയേണ്ട സമാധാനം ഉണ്ടാവുമോ. തുമ്പമ്മ പാട്ട് കേട്ടിട്ടുള്ള ഡാൻസാണ് കേട്ടോ ഈ കാണുന്നത്. തുമ്പിക്ക് പിന്നെ ഇച്ചിരി പാട്ട് കേട്ടാൽ പിന്നെ കുട്ടിക്ക് എക്സ്പ്രഷൻസും ഡാൻസും ഒക്കെ അങ്ങനെ അങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ വന്നിട്ട്, ഇത് നമ്മളെ റിലേഷനാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ, അതായത് നമ്മുടെ ബ്രൈഡിൻ്റെ ചെറിയമ്മയാണ് കേട്ടോ. അപ്പോൾ ചെറിയമ്മ കണ്ടോ, ആൾക്ക് യൂട്യൂബിലെ വീഡിയോസിന് വരാനോ ഒന്നിനൊരു മടിയില്ല കേട്ടോ. ആൾ ഭയങ്കര കൂളാണ്. പിന്നെ നീ വീഡിയോ എടുത്തോട്ടോ ദൃശ്യം, എൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടണം കേട്ടോ, ചെറിയമ്മയ്ക്ക് അധികം പ്രായമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയമ്മ. ഞാനവിടെ ആ മിററിന് മുമ്പിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് വിദ്യ ചെറിയമ്മയും അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈശ്വരാ ചേച്ചി വീഡിയോ എടുത്തിൻ്റെ കോളേജിലെ കുട്ടികളൊക്കെ അത് കാണുന്നതാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവരെല്ലാവരും റൈഡ് പിടിച്ച പോലെയാണ് കേട്ടോ. ക്യാമറ അങ്ങോട്ട് ഓണാക്കിയ മുഖം എങ്ങനെയാണ് പൊത്തുന്നതെന്ന് എനിക്കറിയില്ല. ഓൺ ദ സ്പോട്ട് അച്ഛൻ വന്നു കേട്ടപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അച്ഛനോട് വർത്താനം പറയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാനിതാ ഇതിലേ അറിഞ്ഞ പുറിഞ്ഞ് അങ്ങോട്ട് കൂടെ നടക്കട്ടെ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കെന്നറിയില്ല. കണ്ടവരോടൊക്കെ വർത്താനം വായിട്ട് വെച്ച് നടക്കുന്നുണ്ട്. ഇവിടുത്തെ വീട് ആക്ച്വലി ഒരു പഴയ തറവാട് വീടായിരുന്നു കേട്ടോ. ആ വീടാണ് ഈ ഒരു ലുക്കിലേക്ക് മാറ്റിയെടുത്തത്. സത്യം പറയട്ടെ അടിപൊളിയായിട്ട് കേട്ടോ. വന്നവരെല്ലാവരും ഇതാ പറഞ്ഞു, അയ്യോ ആ വീടാണോ ഇതെന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ 2 പേരും കൂടെ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മിററൊക്കെ നല്ല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടുമോ. അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇനി പോസ്റ്റ് ചെയ്യണം. എത്രയോ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് ഈ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ സൈഡായി ഗൈസ്.
ചേച്ചിക്ക് പീരീഡ്സ് ആയി, പിന്നെ ഞാൻ സൈഡായി, ഇപ്പോഴും ഞാൻ സൈഡായിട്ടിരിക്കുക. എന്നാലും എനിക്ക് വീഡിയോ ചെയ്യണമല്ലോ, കാരണം നിങ്ങളൊക്കെ ലോങ് വീഡിയോ ഇട്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എങ്ങനെയൊക്കെ തലപൊക്കി വന്ന് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഉഷമ്മേനെയും വിളിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടോ. അമ്മ ഇപ്പോൾ പണ്ടത്തെ പോലെ കുറച്ചൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. പണ്ടാണെങ്കിൽ ഈ ഫോണൊക്കെ എടുത്താൽ ഈ അങ്ങോട്ട് പൊയ്ക്കോ ദൃശ്യം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് മുങ്ങും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അമ്മ കുറച്ചൊക്കെ നിന്ന് തരാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് എൻ്റെ കോപ്രായങ്ങൾ, പിന്നെ പുറത്ത് ആരുമില്ലാത്തത് കൊണ്ട് എനിക്ക് എന്തും ചെയ്യാമല്ലോ. ഇനി ആളുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, കാരണം നാളോ മാനൊക്കെ ഞാൻ അപ്പുറത്തെ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അങ്ങനെ കുത്താൻ വന്നാലും ഞാനാണെങ്കിലോ ഗൈസ്, ഓക്കെ. പിന്നെ ഇതാ പരത്തി കുത്തനെയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെന്ന് വെച്ചാൽ എനിക്ക് ഔട്ട്ഫിറ്റ്, എനിക്ക് ഈ ഫംഗ്ഷൻ്റെ, അതായത് ഫംഗ്ഷൻ്റെ ആയാലും കല്യാണത്തിൻ്റെ ആണെങ്കിലൊക്കെ ഔട്ട്ഫിറ്റ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇതാ പെണ്ണിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, തുമ്പമ്മേനെ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് പിന്നെ ഞാൻ അത് അച്ഛൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. റിസപ്ഷൻ ഇവിടെ സ്റ്റേജ് ഇല്ലായിരുന്നു കേട്ടോ. ഈ കേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കുറേ ലൈറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു ആ ചെടീൻ്റെ മുളക്ക്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുക്കും മൂലയും ഞാൻ അരിച്ച് പെറുക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ തുമ്പമ്മേനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അല്ലൂസിന് എനിക്ക് തീരെ കിട്ടിയില്ല ഗൈസ്. ശിവന്മാരെ രണ്ടിനും കിട്ടി, പക്ഷേ മൊബൈൽ ടവറിൻ്റെ റേഞ്ച് പോലെ ഞങ്ങൾ ഇതാ അങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടാളും കിട്ടില്ല. അവനാണെങ്കിൽ ഈ പൊക്കത്ത് കൊണ്ടേ വെച്ചിട്ട് മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ തുമ്പമ്മേനെ കയ്യിൽ ഫോണൊക്കെ ആരുതാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിടിച്ചലിച്ച് കൊണ്ടുവന്ന് കുട്ടികളെ നടുക്കിരുത്തി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കളിക്കുകയാണ് കേട്ടോ. നമ്മളെ ദച്ചുട്ടനാണ്. അപ്പോൾ അതായത് അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. തുമ്പമ്മയ്ക്ക് രാത്രി DJ ഒക്കെ കളിക്കുന്നത് നിങ്ങൾ കാണണം. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ രാത്രി. അങ്ങനെ കുറേ നേരം പിള്ളേരുടെ കൂടെ ഇരുന്നു. അല്ലെങ്കിൽ എവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് സെറ്റ് പിള്ളേർ സെറ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവരുടെ കൂടെ ഇരുന്നു. മോൻ എന്താ കളിക്കുന്നത് ശാന്തമീ രാത്രിയിലാ പാട്ടില്ലേ, ആ പാട്ടിന് ഇവൻ ഡാൻസ് കളിക്കും. ഇവൻ തന്നെ പാടും, ഇവൻ തന്നെ ഡാൻസ് കളിക്കും. പക്ഷേ ഇതിക്ക് ഒറിജിനൽ വോയിസ് ഇടാൻ പറ്റാത്തത്, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അങ്ങനെ അവരുടെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് സലുവേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേഗം അവിടേക്ക് ഓടി. സലുവേച്ചിയും ശ്രീമതിയേച്ചിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ അടുക്കളയൊക്കെ വന്ന് നോക്കുക കേട്ടോ. ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംഭവം സത്യമാണ്. ഇമ്പളനെ കണ്ടാൽ ഞെട്ടും. നമ്മളെ സ്വപ്നക്കൂടിൽ കൊച്ചിനീഫ് നിൽക്കുമ്പോൾ കണ്ടോ ശ്രീമതിയേച്ചി നിൽക്കണേ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ വേഗം കയ്യൊക്കെ എടുത്തിട്ടാ. അത് കഴിഞ്ഞ് ഇതാ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് കാണുണ്ടാവില്ല കേട്ടോ. ഞാൻ ആരുടെ വർത്താമാനം തിരുമ്പത്തേനും തുമ്പിനെ കാണണ്ടല്ലോ. തുമ്പി എല്ലാവരുടെ അടുത്തേക്ക് ഓടിപ്പഞ്ഞ് പോയിണ്ടാവും. അങ്ങനെ ഇതാ നമ്മുടെ മഞ്ഞുടി ടീംസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുഞ്ഞിൻ്റെ കല്യാണത്തിന് നമ്മളെല്ലാവരും കൂടെ ഡാൻസ് ഒക്കെ കളിച്ചത്. അങ്ങനെ അവർ വന്നപ്പോൾ അതാ വേഗം വന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ ഓൾറെഡി ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ വരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടോ. പെട്ടെന്നാണ് ഞങ്ങൾ തമ്മിലൊരു എന്താ പറയുക ഒരു ബോണ്ട് ക്രിയേറ്റ് ആയത്. അല്ലെങ്കിൽ എവിടെ പോയിട്ടില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇവരൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്, ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അങ്ങനെ ഇതാ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അതാ നമ്മളെ റോക്കിംഗ് വല്യമ്മ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസൊക്കെ അങ്ങ് ഓർമ്മയില്ലേ ഗൈസ്. അപ്പോൾ ഞാൻ വലിയമ്മയോട് പറഞ്ഞു വലിയമ്മ 2 സ്റ്റെപ്പ് ഇടല്ലേ എന്ന്. പിന്നെ അല്ല ഞാൻ വന്നില്ലേ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അത് അഞ്ജന നമ്മളെ വീഡിയോസൊക്കെ ആദ്യം തൊട്ടേ കാണുന്നത്, അതായത് ഞാൻ പണ്ട് ഇട്ടപ്പോൾ തൊട്ടിട്ട് കണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ തുമ്പമ്മേനെ കണ്ടിട്ട് അവളോട് വർത്താനം പറയാണ്. നമ്മുടെ റിലേഷനും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മളെ കുഞ്ഞിൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ഫാമിലി പിക്കൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഗൈസ് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. നമ്മളെ മഞ്ഞോടി ടീംസ് എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് അവരെന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോ ഒക്കെ എടുത്തു. ഇവരെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെല്ലാവരും. പിന്നെ തുമ്പമ്മ അവിടെ ഭയങ്കര ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിച്ച് തുടങ്ങി നടത്തും. തുമ്പി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും എല്ലാവരും കാണുന്ന പോലെ പൊക്കത്ത് കയറി നിന്നിട്ട് എൻ്റെ കുട്ടി കളിക്കുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, കുട്ടി ഇടയ്ക്കിടയ്ക്ക് വാമപ്പ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മച്ചിലുണ്ട് എന്നാണ് കുട്ടി പറയുന്നത്. മച്ചിലുണ്ട് എന്നാണ് പറയുന്നത്. ഡാൻസ് കളിക്കാൻ വല്ലാത്തൊരു ആക്രാന്താണ് കേട്ടോ കുട്ടിക്കും. പിന്നെ ഞാൻ അവളെ കുറ്റം പറയുന്നില്ല, കാരണം എൻ്റെ കുട്ടി എനിക്കും പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ തീരെ കയ്യും കാലം അടക്കി വെക്കാൻ കഴിയില്ല. കേസ് ഞാൻ എൻ്റെ മനസ്സിനുള്ളിലെങ്കിലും ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടാവും അങ്ങനെ. അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതായത് പാട്ട് കേട്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എൻ്റെ കുട്ടി ഇത് എക്സ്പ്രഷൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ കാണുന്നില്ലേ, ഭയങ്കര അടിപൊളി എക്സ്പ്രഷൻസ് ആയിരുന്നു. നമ്മളെ കളി കണ്ട് കുറേ പേര് നോക്കണമായിരുന്നു. അല്ലൂട്ടൻ ഇവിടെ ഫുള്ള് കമ്പനിക്കാർ, ഞാൻ പറഞ്ഞില്ല അല്ലൂട്ടനെ കയ്യിൽ കിട്ടണേ ഉണ്ടായിരുന്നില്ല. ഓനിതാ ഓരോ കൂടെ ഓടി കളിക്കായിരുന്നു കേട്ടോ. ഇത് തുളസി എന്ന് പറഞ്ഞ് നമ്മുടെ സബ്സ്ക്രൈബർ എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളടുത്ത് വന്നിട്ട് സംസാരിച്ചു. പിള്ളേരുടെ അടുത്താണെങ്കിലൊക്കെ എന്നെ കണ്ടപ്പോൾ ദൃശ്യം മനസ്സിലായി ഞാൻ തുളസിയാണ്, ഇപ്പോഴും മെസ്സേജ് അയക്കുന്നതൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹത്തോടെ ഒന്ന് വർത്താൻ പറഞ്ഞു. നമ്മൾ ഒരിക്കൽ പോലും കണ്ടില്ലല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്ന എത്ര വ്യക്തികളല്ലേ. ഇവിടെ എത്രയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് എന്നോട് വന്ന് വർത്താനം പറഞ്ഞു. ചില ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ അവിടെ തന്നെ വെച്ചിട്ട്. അത് കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾ ഫംഗ്ഷന് പോയി വരുമ്പോൾ ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന് വർത്താനം പറയണ്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഉണ്ണിമാമ എന്നെ കണ്ടപ്പോഴത്തേക്കും ക്യാമറയൊക്കെ തട്ടിപ്പറ്റി ഓടുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കാർഡ് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ വീഡിയോ എടുക്കുന്നതിനിടയിൽ അതിൻ്റെ ഇടയിൽ കയറി നിൽക്കാൻ മറന്നുപോയി കേട്ടോ. ഇതൊക്കെ നമ്മളെ വീഡിയോസൊക്കെ എപ്പോഴും കാണുന്നത് നമ്മളെ വീടിനടുത്തുള്ള ചേച്ചിയും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് തന്നെ ഇരിക്കുന്നുണ്ട്.
കുഞ്ഞിൻ്റെ ഈ ഡ്രസ് കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കളർ കേട്ടോ, ഇതെല്ലാം അവൾ സെപ്പറേറ്റ് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള 2 മുഖാരാണുമ്പോൾ അപ്പു ആര്യയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മഴ ഒഴിഞ്ഞ സമയത്ത് അവർ കയറിയത്, അതുകൊണ്ട് രക്ഷപ്പെട്ട് ബൈക്ക് എടുത്തിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കാൻ മതി റീനമ്മ വരുന്നില്ല, റീനമ്മ ഇത്രയും ദൂരം ഉണ്ടല്ലോ കേസ് കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. തുമ്പമ്മ അതാ അവർ കണ്ടപാടും വേഗം ഓരോരുത്തർ ചാടി കയറിയിട്ടുണ്ട്. ഇത്രയും നേരം ഭയങ്കര ഡിമാൻഡായിരുന്നു. ഫോട്ടോ എടുക്കട്ടെ വെച്ചാൽ മുഖം തിരിക്കും, വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല, ഭയങ്കര കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുമ്പമ്മയ്ക്ക്. പക്ഷേ അതൊക്കെ മാറി, ഇപ്പോൾ കുറച്ചൊരു മൂഡ് ഓഫിലിരിക്കുന്ന സമയം ഇനി ഓരോ കണ്ടപ്പോൾ ഓളോ ഓക്കെ കേട്ടോ. അല്ലൂസ് കുറച്ച് നേരമൊക്കെ വർത്താൻ പിന്നെയും കണ്ടം വഴി ഓടിയിട്ടുണ്ടാവും കേട്ടോ. അല്ലൂസിനെ ഞാൻ മാനേജ് ചെയ്യാൻ കുറച്ച് നല്ലോണം പാടുപെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര തൊണ്ടവേദന എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, 2 ദിവസമായിട്ട് വായിട്ട് ഇളക്കലല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ തുമ്പി ഇതാ ഇറങ്ങി ഓടി. ഇവർ രണ്ടുപേരും കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്താണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോയും കൂടെ എടുത്ത് ഒപ്പിച്ച് വെച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം ഫംഗ്ഷൻസ് ഒക്കെ നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗദർ തന്നെയല്ലേ തരുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിലും ഭയങ്കര ബ്ലാ 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 ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു ഇത്. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് ഇവരിതൊക്കെ കഴിഞ്ഞപ്പോഴത്തെ ഇവരിപ്പോൾ പോവും, നമ്മുടെ മഞ്ഞുടി ടീംസ് ഇപ്പോൾ പോവും. ഇത് നമ്മുടെ വലിയ തുമ്പിക്കുട്ടി. അകത്ത് ഞാൻ വന്ന് നോക്കുമ്പോൾ ചെറിയ തുമ്പിക്കുട്ടി ഇവിടെ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി നമ്മളുടെ ഈ കുട്ടികൾ 3 പേരും നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന കുട്ടികളാണ് കേട്ടോ. ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും വന്നിട്ട് പറയും ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട് ഒക്കെ പറയുന്ന കുട്ടികളാണ്. ഇവർ ദേവുവിൻ്റെ കസിൻസും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഇതാ വീഡിയോ ഒക്കെ എടുത്ത് തുമ്പി എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോസൊക്കെ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. തുമ്പിനോട് ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പരിപാടിയിലാണ്. ഇത് മിനിയമ്മായിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പം ഇവരുടെ മക്കളാണ് അവർ. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന കഥയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിശേഷങ്ങൾ ആർക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ഇങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണുന്നുണ്ടല്ലോ. ഇത് അപ്പൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കെൻ്റെ അനിയനെ പോലെ തന്നെയാണ് ഉണ്ണിക്കുട്ടൻ. ഇവനെ അപ്പൂൻ്റെ കൂടെ പോളിയിൽ പഠിച്ചതാണ് കേട്ടോ. പോളി ഒരു ITI പഠിച്ചതാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ കുറേ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പണ്ടൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നും ഒക്കെ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ പിന്നെ കുറേ കാലത്തിന് ശേഷം എപ്പോഴാണ് അവനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ഇനി അപ്പു പറയേണ്ടത് ഞാൻ മെല്ലെ പോവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിനുള്ളിലൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വീട്ടിനുള്ളിലൊക്കെ ഒന്ന് കയറി കാണുമ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് എടുത്ത വ്യൂ ആണ് ഗൈസ് ഇത്. അങ്ങനെ ഇതാ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ അവിടുന്ന് എന്നെ കൊണ്ട് അവർ 2 ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി. ഇത് എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് കളിക്കുന്നതാണ് കാണുന്നത്. അപ്പൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചേരൊക്കെ അവിടെ നിന്ന് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ കളി തുടങ്ങി കേട്ടോ. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ട്. ഇവർ ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ അവിടേക്ക് വഴുക്കും. പക്ഷേ പറഞ്ഞിട്ടല്ല, ഭയങ്കര കളിയായിരുന്നു. പക്ഷേ ഈ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഇവർ രണ്ടുപേരും കളിക്കുന്നു, അത് ഭയങ്കരമായിട്ട് അമ്മയും അച്ഛനും എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ്, ഡ്രസ്സല്ലേ അല്ലേ. അങ്ങനെ അപ്പോൾ എന്നോട് കുറേ പേര് പറയാറുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഫാമിലി കിട്ടാനൊരു ഭാഗ്യം വേണമെന്ന്. അഫ്കോഴ്സ് എല്ലാവർക്കും ഇപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, മക്കളെ കാര്യമാണെങ്കിലും ഒരു പരിധി വരെ എനിക്ക് അച്ഛനും അമ്മയും അവരുടെ പ്രസൻസ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് ഞാൻ വന്നിട്ടാണെങ്കിൽ കൂടിയും ഞാൻ ഒറ്റയ്ക്കാണ് ഇവർ രണ്ടാളെയും സ്വന്തയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അവരെ ഒന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് പലപ്പോഴും തോന്നലുണ്ട് കേട്ടോ. അല്ലുട്ടനാണെങ്കിൽ ഇപ്പോൾ പുതിയ സ്റ്റെപ്പുകളൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് തുള്ളിച്ചാടി നടക്കും. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവൻ എൻ്റെ കയ്യിലേക്ക് നിന്ന് കിട്ടിയത്. തുള്ളിപ്പാഞ്ഞ് നടക്കായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഞാൻ അവനവിടെ പിടിച്ചു വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇവരെ പിടിക്കാനായിട്ട് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവരെ ഓടി കളിക്കുകയാണ്. അപ്പം മിന്നലടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തുമ്പി അവിടെ ഇരുന്ന് നല്ല പാട്ട് പാടലാണ്. തുടരും മൂവിയിലെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് പാടുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പാട്ട് വെച്ചില്ലെങ്കിൽ എൻ്റെ കുട്ടി ഇവിടെ കാര്യമായിട്ട് പാടുന്നുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര ലേറ്റ് ആയാലും വേണ്ടിയില്ല, എനിക്ക് വീട്ടിലേക്ക് പോയാൽ പറ്റൂ. കാരണം ഞങ്ങളെ കല്യാണത്തിന് അന്നത്തേക്കുള്ള ഡ്രസ്സൊക്കെ വീട്ടിലാണുള്ളത്. എനിക്കിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ വരണം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കൊടുവള്ളി വീട്ടിൽ വരണം, അതായത് വൈശാട്ടിൻ്റെ വീട്ടിലേക്ക് വരണം. ഞങ്ങളെ റൂം അതാണ് എൻ്റെ ഏറ്റവും വലിയ കംഫർട്ട് പ്ലേസ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണെങ്കിൽ മാത്രമേ എനിക്ക് എല്ലാം ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. സോ ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഡൗട്ടിലാണ് വന്നത്. പക്ഷേ ഇവിടെ മക്കളെയും കൊണ്ടൊക്കെ നിൽക്കുന്നതൊന്നും എനിക്ക് സെറ്റ് ആവില്ല. രാവിലെ വരെ എണീപ്പിച്ച് കുളിപ്പിക്കുന്നത് നമുക്ക് തിരക്കായിരിക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇന്നെന്തായാലും പോകണം. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, അല്ലൂസ് തുമ്പീനെ വെറുതെ പോയി തോണ്ടുകയാണ്. ഒരു ചേട്ടൻ അവിടെ നിന്ന് മഴയത്ത് ഓടിയപ്പം അവളെ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതിന് അവൾ പിണങ്ങി നിൽക്കുന്ന രംഗാണ് നിങ്ങൾ കണ്ടു കേട്ടോ. അതാ കണ്ടില്ലേ, മുഖം കണ്ടില്ലേ, അയ്യോ അങ്ങോട്ട് പിണക്കാണ്. ഞങ്ങൾക്ക് പിണക്കം ഫസ്റ്റാണ് ഗൈസ്. അങ്ങനെ അതാ അപ്പു ആരെയും പോവാന്നൊക്കെയുള്ള പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴേൻ്റെ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയ സമയത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അവരെ യാത്രയാക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പൂന് ഇതാകട്ടെ തുമ്പി പോക്കറ്റ് ഉള്ളതുകൊണ്ട് പോക്കറ്റിൽ കയറിയിട്ട് ഭയങ്കര സ്റ്റൈലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയിരുന്നേ. അപ്പു ഞെട്ടിച്ചാൽ പിന്നെ ഇത് അങ്ങനെ ഇരിക്കും കേട്ടോ. ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഉമ്മ ഉണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഉമ്മയൊക്കെ കൊടുക്കും. പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
വൈശാട്ടനും എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ ഏട്ടനെ വിളിച്ചിട്ട് എല്ലാം ഇങ്ങനെ കാണിച്ചോ കൊടുക്കണ്ടായിരുന്നു. എന്നാൽ പോലും ഒരു എന്താ പറയുക, ഒരു എന്തോ ഒരു എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലം ബ്ലാങ്ക് ആണല്ലോ. എൻ്റെ കെട്ടിയോനിവിടെ ഇല്ലല്ലോ, അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവർ പോയി കഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ പാപ്പനാണ്. അപ്പോൾ പാപ്പനും ഇതാ പോകാന്ന് പറഞ്ഞിട്ട് പോയി. നീ ഇവിടെ വീഡിയോ എടുക്കാനല്ലടി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മേമയും ആവണിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോയി ഗൈസ്. പിന്നെ ഇതാ അവിടെ തുമ്പി തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോക്കറ്റ് കയറ്റി സ്റ്റൈലാക്കി അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണു. എല്ലാവരും അതിനെ നോക്കണുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇവള് ഇവിടെ എല്ലാവരും കയ്യിലെടുത്തുകൊണ്ട് നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ രാത്രിക്കത്തെ DJയും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ശുഭമായി. എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അങ്ങനെ നമ്മളെ കണ്ണെന്താ വന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഓ ഈ സാധനം ക്യാമറയും തൂക്കി പിടിച്ച് ഇറങ്ങിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സജേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബല്ലേ. ഇവരിതാ ഏഷ്യാനെറ്റിൻ്റെ പരസ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ അമ്മായിമാർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കാറ് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അത്രയും ആൾക്കാരായിരുന്നു, ജനസാഗരമായിരുന്നു ഗൈസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോളേജിൽ നിന്നൊക്കെ എത്രയോ പിള്ളേർ തലേ ദിവസം തന്നെ വന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് +1 +2 ഫ്രണ്ട്സ്, അച്ഛൻ്റെ ഫ്രണ്ട്സ്, അമ്മയുടെ ഫാമിലി, അച്ഛൻ്റെ ഫാമിലി തുടങ്ങിയിട്ട് ഒരു ബൾക്ക് ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്ത്. പിന്നെ ഞാനും കുഞ്ഞും കൂടെ ഞങ്ങൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, ഞങ്ങൾ രണ്ടാളും ഒരുപോലെ ഉണ്ടോ എന്നൊക്കെയാണ് പറയണത്. പിന്നെ പാട്ട് വെച്ചപ്പോഴത്തേക്ക് അല്ലൂസും തുമ്പിയും കൂടെ തുള്ളാൻ തുടങ്ങിയിട്ടോ. DJ തുടങ്ങാനായിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴത്തെ ഇവർ തുള്ളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും പാടെ അങ്ങനെ വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വീടിൻ്റെ ലുക്ക് മാറിയാണ്ടില്ലേ, പഴയ വീടിൻ്റെ വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്, ഞാൻ അല്ലെങ്കിൽ ആഡ് ചെയ്തേനെ. കാരണം നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്നാലും വീട് മൊത്തത്തിൽ തുമ്പി അല്ലൂസും കൂടെ നല്ല അത്യുഗ്രൻ ഡാൻസ്. അല്ലൂസിന് എവിടെ നിന്നാണാവോ ഈ ഡാൻസ് കിട്ടി? ചന്തിക്ക് ഉറുമ്പ് അടിച്ച പോലത്തെ ഒരു പ്രത്യേക സ്റ്റെപ്പാണ് ചെക്കൻ കളിക്കുന്നത്. കുട്ടിക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടിക്ക് നടക്കുന്നില്ല ഗൈസ്. കുട്ടി മച്ചിലിൻ്റെ സ്റ്റെപ്പാണ്, മസിൽ സ്റ്റെപ്പ്. അപ്പോഴത്തേക്ക് DJൻ്റെ ലൈറ്റൊക്കെ കുട്ടികൾ തുള്ളിയുണ്ടോ തോന്നുന്നു. DJൻ്റെ ലൈറ്റൊക്കെ വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഉഷാറായിട്ടോ. പക്ഷേ പാട്ടൊന്നും DJ സോങ്സ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴത്തെ എൻ്റെ കുട്ടികൾ സാധാ പാട്ടിനാണ് ഡാൻസ് കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. DJ സെറ്റപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ലൈറ്റ് ആണെങ്കിലും പിന്നെ കുറച്ച് ഫോഗൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണൻ വന്നിട്ട് കണ്ണനും ഐറ്റങ്ങൾ എന്തൊക്കെ അരിപ്പിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ DJ സ്റ്റാർട്ട് ചെയ്ത് മക്കളെ. പിന്നെ എൻ്റെ തുമ്പീനെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ ഒരു ഇളക്കായിരുന്നു കേട്ടോ കുട്ടിക്ക്. ആദ്യം ഞാൻ വിചാരിച്ചു പിള്ളേർ മാത്രം ഇറങ്ങി കളിക്കുന്നത്, 4-5 പിള്ളേർ മാത്രം. അല്ലൂസും തുമ്പിയൊക്കെ ഭയങ്കര തുള്ളലുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ദച്ചുവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കളിക്കുകയാണ്. തുമ്പമ്മേനെ ഡാൻസ് ഉണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. കുറേ പേര് വീഡിയോ ഒക്കെ എടുത്ത് പോയിട്ടോ. അവർ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തുമ്പിക്ക് കുറച്ച് ഡാൻസ് കൂടുതലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ദച്ചുവിനെ കിട്ടിയപ്പോൾ ദച്ചുവിൻ്റെ കൂടെ നിന്ന് തന്നെ കുറേ നേരം കളിക്കുന്നുണ്ട്. കുറേ അവൾ അവൻ്റെ പിന്നാലെ നടക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ അവളുടെ പിന്നാലെ നടക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഡാൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഓക്കെ വലിയ ആൾക്കാരും കളിക്കുന്നില്ല. സോ എൻ്റെ ചാൻസ് കഴിഞ്ഞു. ഇനി ഇത്തവണ DJ നമുക്ക് ഡാൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ. എനിക്ക് തൊണ്ടവേദന എടുക്കണ്ടോ എന്നാലും ഞാൻ പറയും ഓക്കെ. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഭയങ്കര കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ. അമ്മായിമാരോടൊക്കെ ഞാൻ പറഞ്ഞു അമ്മായി കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ അമ്മായി പറഞ്ഞു ആൾക്കാരൊക്കെ പോട്ടെ എന്നിട്ടുമ്പോൾ ഇറങ്ങാമെന്ന്. അതായത് ഈ ആൾക്കാരൊക്കെ പോയിട്ട് അമ്മായി എന്തിനാ ഇറങ്ങുന്ന ആരും കാണരുത് വെച്ചിട്ട് ഇതൊക്കെ ഞാനില്ലേ ഇവിടെ യൂട്യൂബിൽ എടുത്തിട്ട് ഞാൻ പറയുകയും ചെയ്തു ആൾക്കാരൊക്കെ പോയിട്ടും കാര്യമില്ല, നാട്ടുകാർ മൊത്തം കാണും, ഞാൻ എന്തായാലും വീഡിയോ എടുത്തിടൂലേന്ന്. അപ്പോൾ അമ്മായി അതും ശരിയാ, ഈ 4-5 ആൾക്കാരെ പേടിച്ചിട്ട് എന്തിനാ എൻ്റെ മുമ്പിൽ ഡാൻസ് കളിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ കുറേ ഇട്ട് വട്ടാക്കിയിട്ടാണ്. അങ്ങനെ ഇതാ പിള്ളേരെല്ലാം കൂടെ കളിക്കുകയെന്ന് കണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ തുമ്പമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കിട്ടിയിട്ടുണ്ട് തെച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. അപ്പോൾ തുമ്പിക്ക് പിന്നെ ഒരു ഉമ്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടിക്ക് ആകെ ഒരു നാണാട്ടോ. പിന്നെ തിരിച്ച് വന്നിട്ട് ഭയങ്കര ഡാൻസായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കുറേ കഴിവുകൾ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈശാട്ടൻ പറയാം ആരെയാ മോള് എന്നാണ് വൈശാട്ടൻ പറയുന്നത്. പക്ഷേ വൈശാട്ടൻ ഈ കാര്യത്തിൽ ഒരിക്കലും ആ ഒരു ക്രെഡിറ്റ് ഏട്ടനെ എടുക്കൂല. എന്ത് ഡാൻസ് കളിക്കുന്നത് പിന്നെ ആൾക്കാരോട് വർത്താനം ഓവർ പറയുന്നത് ഇതൊന്നും എൻ്റെ ഏട്ടന് അടുത്ത് കൂടെ പോയില്ല കേട്ടോ. ഏട്ടനോട് ഞാൻ ചോദിക്കലുണ്ട് ഏട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താ ചെയ്തത്. ഏട്ടൻ കുറേ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട്. അത് ഏട്ടൻ പറയാറുണ്ട് ആ കാര്യത്തിൽ എന്നെ വെട്ടിക്കാൻ ആരുമില്ല എന്നാണ് പറയാറ്. പക്ഷേ ഈ പാട്ട് ഡാൻസ് ഈ ഏരിയയിലേക്കൊന്നും ഇല്ല. പിന്നെ ഏട്ടൻ പണ്ട് കവിത എഴുതുന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ പൊടിക്ക് ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടനോട് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്താ ഉള്ളത്. നീ മോള് നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ ശരിക്കും ആ പാട്ടിന് അനുയോജ്യമായ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ എടുത്ത് നന്നായി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ DJ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യും കാലും അടക്കി വെക്കാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ വയ്യാലെ അപ്പുറത്തോടൊക്കെ പോയിട്ട് ആരെയും വരുമോ ആരെയും കളിക്കാൻ വരുമോ എന്നൊക്കെ ചോദിച്ച് തുടങ്ങിയിട്ടാ. പക്ഷേ ഈ ലൈറ്റ് ഇല്ല, ഈ ലൈറ്റിന് ചോട്ടിൽ നിന്ന് എനിക്ക് തന്നെ കണ്ണടിച്ച് പോകുന്ന അവസ്ഥയായിരുന്നു. ഈ തുമ്പിക്ക് ഇങ്ങനെ കളിക്കുന്നത് ഞാൻ കളിക്കുന്നത്. ആ ഫോഗിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ കൊണ്ടിട്ട് എനിക്ക് അത്ര സെറ്റല്ലായിരുന്നു. പക്ഷേ അല്ലും തുമ്പി അതിന് നടുക്ക് പോയിരുന്നത് കളിക്കുന്നത്. ഈറ്റങ്ങളെ ഞാൻ പിടിച്ച് ബാക്കോട്ട് വലിച്ചു കൊണ്ട് വന്നാലും 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഈറ്റങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ 2 അങ്ങനെ അതാ അവർ കുറച്ച് നേരമൊക്കെ അത് അവിടെ നിന്ന് കുറച്ച് നേരമല്ല കുറച്ച് അധികം നേരം അവർ ഡാൻസ് കളിച്ചിട്ടുണ്ട്. കാരണം ഇവരപ്പം തുടങ്ങിയതാണ്. അവൾ ഷൂ ഒക്കെ വലിച്ചെറിഞ്ഞിട്ടിട്ടാണ് പോയത്. അപ്പം തുടങ്ങിയ ഡാൻസാണ്. പിന്നെ ഞങ്ങളുടെ DJ കഴിയുമ്പോൾ പോലും ഇവരത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രയും
കുറേ നേരം എൻ്റെ കുട്ടികൾ രണ്ടും തുള്ളിയുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലായിട്ട് ഇവരുടെയും സൈഡ് ആവുമല്ലോ ദൈവമേന്ന്. കുട്ടിക്ക് പിന്നെ തീരെ ഒരു അടക്കമല്ലായിരുന്നു കേട്ടോ, കുട്ടി തുള്ളി മറിയായിരുന്നു തുമ്പമ്മ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതായത് നമ്മുടെ ആര്യ, അതായത് ഇവിടുത്തെ മായൻ്റെ മാലുവിൻ്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ആര്യ വന്നിട്ട് കുറച്ച് നേരം പിള്ളേർക്ക് കമ്പനി കൊടുത്തു. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ച് എല്ലാവരും വരികയായിരിക്കുന്നു. പക്ഷേ ആര്യ മാത്രം കുറച്ച് സ്റ്റെപ്പ് ഇട്ടിട്ട് അവളും പോയപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് DJ കഴിഞ്ഞ് ഇനിയില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമുക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. മായൻ്റെ മാലുവിൻ്റെയൊക്കെ ചെറിയമ്മയാണ്, അത് ചെറിയമ്മേൻ്റെ മക്കൾ, പിന്നെ അവരുടെ ചെറിയച്ഛൻ്റെ മക്കളാണ് ഇവരെല്ലാവരും. പിന്നെ ഞാനും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും പാടെ ഡാൻസ് അങ്ങ് തുടങ്ങി. പിന്നെ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞ് അമ്മയെ മോശമാക്കരുത്, നിങ്ങളെല്ലാവരും ഇറങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയമ്മ, അമ്മായിമാർ എല്ലാവരും പിടിച്ചലിച്ച് കൊണ്ടുവന്ന്. പിന്നെ എല്ലാവരും പാടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഈ പാട്ടൊക്കെ കേട്ടിട്ട് ഇതിലൊന്നും ഇറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഉറക്കം വരില്ലായിരുന്നു ഗൈസ്. സംഭവം ഈ സമയമാകുമ്പോഴത്തെ എൻ്റെ ഫോണൊക്കെ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോണൊക്കെ കൊണ്ടുപോയി ചാർജിലിട്ടിച്ച് ഞാൻ പിന്നെ ഇവിടെ തുള്ളോട്ടമായിരുന്നു കേട്ടോ. ആ സമയത്ത് പിന്നെ കുഞ്ഞിൻ്റെ ഫോണിലാണ് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും പാടെ ഭയങ്കര ഡാൻസ് ആയിരുന്നേ. പിന്നെ എനിക്ക് അങ്ങോട്ട് വൈബ് അങ്ങോട്ട് കയറി ഗൈസ്. പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഊരി എറിഞ്ഞു, കാരണം അത് ഞാൻ ചെരുപ്പൊക്കെ ഇട്ടതിന് കളി ഉണ്ടായിരുന്നു. ചെരുപ്പൊക്കെ ഊരി മാറ്റി പിന്നെ നമ്മളെല്ലാവരും കൂടെ കളിക്കാൻ തുടങ്ങി. വലിയമ്മ പ്രാവശ്യം തകർത്തെടുത്തുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വലിയമ്മയല്ല ഞാൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയമ്മേൻ്റെ ഡാൻസ്, ഇത് അമ്മേൻ്റെ ചേച്ചിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും പാടെ നല്ലൊരു അടിപൊളി നല്ല വൈബായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്ത്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഒരു രസമായിരുന്നു കേട്ടോ. നല്ല സോങ്സൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് DJ മോഡിലായിരുന്നു. പിന്നെ അമ്മ തവണ അധികം ഇറങ്ങിയില്ല കേട്ടോ ഉഷമ്മ, കാരണം അമ്മയ്ക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പിടിച്ച് വലിച്ചപ്പം 1-2 സ്റ്റെപ്പൊക്കെ എൻ്റെ കൂടെ ഇട്ടു എന്നല്ലാതെ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ മോളെ, എൻ്റെ കാലിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അച്ഛനും ഇന്ന് ഇപ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ കോൾ ചെയ്ത് മോനൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, മരുമോൾ തുള്ളുന്നത് കണ്ടതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ അവർ രണ്ടുപേരും ഇറങ്ങി ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈശാട്ടനെ ആക്ച്വലി ഇന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ അച്ഛനെ വിളിച്ച് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് ഇവിടെ അടിപൊളി ഡാൻസ് ആണെന്ന്. അശ്വിനിനെ ഞാൻ ശരിക്കും മിസ് ചെയ്തിട്ട്, അശ്വിനിനെ ഞാൻ പറഞ്ഞതാണ് തലേന്ന് വരണമെന്ന്. പക്ഷേ കുട്ടി വന്നില്ല, കുട്ടിക്കന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കല്യാണത്തിന് അന്ന് അവൾ വരും. അപ്പം പാർട്ടിക്ക് അശ്വിനിനെ മിസ് ചെയ്ത്. അശ്വിനി കൂടെ ഉണ്ടായിരുന്ന ഒരു വൈബാക്കിയാനെ. അല്ലുസും തുമ്പിയാണ് നടുക്ക് നിന്ന് തുള്ളുന്നത് കേട്ടോ മക്കളെ. ഇതാ അമ്മായിയൊക്കെ വന്ന്, അമ്മായിയും കൂടെ വന്നാൽ പിന്നെ രസമാണ് കേട്ടോ. അമ്മായി നമ്മളെ കൂടെ എല്ലാത്തിനും കൂടും കേട്ടോ. ഈ DJക്ക് ഡാൻസ് കളിക്കുന്ന സമയത്തൊന്നും ഞാൻ വൈശാട്ടൻ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിക്കാറില്ല, കാരണം വൈശാട്ടൻ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് കളിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വൈശാട്ടൻ ഡാൻസ് കളിക്കുന്ന എപ്പോഴാണ് കണ്ടതെന്നറിയോ? തുമ്പമ്മേൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന്, തുമ്പീൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ഞാൻ വായട്ടെന്ന് കുറേ നിർബന്ധിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് പറയാട്ടോ, ഹിയോ ഞങ്ങൾ കാണാത്ത വൈശാഖിൻ്റെ ഡാൻസോ എന്നാണ് ചോദിക്കാറ്. കാരണം ഏട്ടൻ ഡാൻസ് കളിക്കാറുണ്ട് അത്രേ. പക്ഷേ ഇങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഒരു കമ്പനി ഉടമേറ്റാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഫ്രണ്ട്സുമായിട്ട് നല്ല ഡാൻസ് ആണെന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷേ എൻ്റെ മുന്നിൽ അങ്ങനെ ഡാൻസ് ഒന്നും കളിച്ച് ഞാൻ കണ്ടില്ല. ആകെ കണ്ടത് തുമ്പീൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്താണ്. അപ്പോൾ ഇപ്പോഴൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കളിക്കുമെന്ന് വെച്ചാൽ അഫ്കോഴ്സ് കളിക്കില്ല, കാരണം വേറെ ആൾക്കാരും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും ഏട്ടൻ കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ കളിക്കുമോ എന്തോ അറിയില്ല. ഞാൻ ഇതുവരെ ഒരു ഫംഗ്ഷനും സത്യം പറയുകയാണെങ്കിൽ വൈശാട്ടനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റത്തെ ഇവരുടെ ഫാമിലിയിലെ കല്യാണമാണ് കുഞ്ഞിൻ്റെ കല്യാണം. അതിന് വൈശാട്ടൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഇവളുടെ കല്യാണം. ഇവളുടെ കല്യാണത്തിനും വൈശാട്ടൻ ഉണ്ടായില്ല. ഇനി അടുത്തേനെങ്കിലും ഞാൻ ഏട്ടനെ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവർക്കും മൂർധന്യാവസ്ഥയിലെത്തി. പിന്നെ കിടന്ന് തുള്ളുമായിരുന്നു കേട്ടോ. അത് മാമനാണ് കേട്ടോ, വൈശാട്ടൻ്റെ മാമനാണ്. അങ്ങനെ പിന്നെ പിള്ളേരും എല്ലാവരുമായിട്ട് നല്ല അടിച്ച് പൊളിച്ച് വൈബ് തന്നെയായിരുന്നേ. കുട്ടികൾ മാത്രമുള്ള DJ ആയിരിക്കുന്ന പ്രതീക്ഷിച്ച് അവസാനം വന്ന് നോക്കുമ്പോൾ നാട്ടുകാർ മൊത്തം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത് അമ്മായി ഉണ്ടല്ലോ, അമ്മായി ഏതാ വൈബ്. ഇതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും പറയാം ഈ ഇന്നെ എല്ലാത്തിലും എടുത്തിട്ടുണ്ടല്ലേ എന്ന് വെച്ചിട്ട് മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അങ്ങനെ എല്ലാവരും ഞാൻ എന്തിനാ വോയിസ് കൊടുക്കുന്ന സമയത്ത് തുള്ളണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വെറുതെ വൈബിന് ഇവിടുന്ന് തുള്ളിക്കൊണ്ടാണ് നിങ്ങളോട് വോയിസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി പൊള്ളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി നാളത്തേന് വേണ്ടി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ആണ്. നാളെ നമ്മൾ ഇതിലും തകർക്കണം അല്ലേ. ഓൾറെഡി എൻ്റെ ലുക്കൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതിൻ്റെ ഇടയിൽ തുമ്പമ്മ നൈസായിട്ടൊന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ വലിയമ്മേൻ്റെ കയ്യിലാണ് തുമ്പമ്മ ഉള്ളത്. അവർ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ അപ്പുറത്തുനിന്ന് വീഡിയോ കോൾ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അശ്വനിക്ക് കാണിച്ചു കൊടുത്തു ഇതാ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി അശ്വനിക്ക് എന്ന് വെച്ചാൽ അശ്വനിയും വരുന്നില്ല. അയ്യോ ചേച്ചിയെ ഞാൻ പറഞ്ഞു എനിക്ക് കമ്പനിക്ക് ആരും ഉണ്ടാവില്ല, ഈ വാടി എന്നൊക്കെ ഓളോട് പറഞ്ഞിട്ടായിരുന്നേ. പക്ഷേ ഓൾ അറിയാം ചേച്ചിക്കാണോ കമ്പനിക്ക് അല്ലാത്ത അവിടെ എന്താ അപ്പം അതെന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും പാടെ അവിടെ തകർത്തുണ്ട്. അതുകൊണ്ട് വലിയമ്മേനെ കണ്ടാണ് ശരിക്കും ഞാൻ വൈബ് അടിച്ചു ചെയ്തിട്ടോ. അമ്മേൻ്റെ
ചേച്ചിയാണേ. വല്യമ്മ അടിപൊളിയായിരുന്നു അന്ന് ഡാൻസ് കളിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഞെട്ടി. ഞാൻ ഓൾറെഡി പണ്ട് ഞെട്ടിയ വീണ്ടും വീണ്ടും ഞെട്ടി എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയുമല്ലോ. കുഞ്ഞിൻ്റെ കല്യാണത്തിന് ഞാൻ ഓൾറെഡി വല്യമ്മയുടെ ഡാൻസ് കണ്ടതാണ്. എന്നാൽ ഇത്തവണ കുറച്ചുകൂടെ ഒരു എനർജി ഉണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയ്ക്ക് വല്യമ്മയുടെ മോളുടെ കല്യാണം നടക്കുന്നൊരു സന്തോഷമായിരിക്കാം. അങ്ങനെ എന്തായാലും നമ്മളെല്ലാവരും കൂടെ തകർത്ത് ആടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ലൈറ്റൂടെ വന്നപ്പോഴാണ് സെറ്റപ്പ് ആയത് കേട്ടോ. ആ ലൈറ്റിലായിരുന്നെങ്കിൽ ഇത്രയ്ക്കൊരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ പിന്നെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ 2 സ്റ്റെപ്പ് ഇടാനൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ മോളെ എന്ന് പറഞ്ഞു പിന്നെ അവിടെ പോയി ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിർബന്ധിച്ചില്ല, കാരണം വയ്യാണ്ട് എൻ്റെ നാളെ കല്യാണമുള്ളതാണ്. അതുകൊണ്ട് പിന്നെ അച്ഛനെ അമ്മനെ നിർബന്ധിക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് നേരത്തൊക്കെ കളിക്ക് ശേഷം പിന്നെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പിന്നെ എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഉണ്ടല്ലോ ഇത്തവണ ഞാൻ ഈ ഇവിടെ വന്ന സമയത്ത് ഫംഗ്ഷന് വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് നീ മെലിഞ്ഞു എന്നാണ് കേട്ടോ. സത്യം പറയണേ എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ വയറ് നല്ല പോലെ എനിക്ക് മെലിയുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്ക് സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് വലിഞ്ഞിട്ട് എനിക്ക് സിസേറിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് നല്ല പെയിനും വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം വയറ് ചുരുങ്ങുന്നതിനനുസരിച്ച് വയറിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു പെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഹാപ്പിയാണ്. കാരണം ഞാൻ മെലിഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ തുള്ളാറുണ്ട്, വീട്ടിൽ കുത്തുന്ന തുള്ളും. എന്തിനാന്ന് വെച്ചാൽ അല്ലൂസും തുമ്പി ഞാനും പിന്നെ ഇടയ്ക്ക് ഉഷമ്മയും വരും. എന്നിട്ട് നമ്മൾ എന്തൊക്കെയോ ഡാൻസ് കളിക്കും. പക്ഷേ എൻ്റെ ക്യാമറ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയാണ് ഉഷമ്മ വരില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ കളിക്കുന്നതുകൊണ്ടായിരിക്കണം കുറച്ചൊക്കെ ഒന്ന് മെലിഞ്ഞത്. പിന്നെ കുറച്ചൊന്ന് ഫുഡ് ഞാൻ ഇടയ്ക്കൊന്ന് കൺട്രോൾ ചെയ്തായിരുന്നു. പക്ഷേ വല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല ഗീസ്. അങ്ങനെ വല്യമ്മയും കരുണും കൂടെ കളിക്കുന്ന ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കൂടെ കയറി അതും വീഡിയോ എടുത്തത് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു ഇത്തവണ, എന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി ഡാൻസായിരുന്നു. അതാ ഷീലേച്ചി മാത്രം എന്തിനേതിനും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്നുള്ള മട്ടിലാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാത്തിനും സപ്പോർട്ടാണ്. വേഗം കൈയടിച്ചിട്ട് എല്ലാവരോടും കളിച്ചോ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഷീലേച്ചിയായിട്ട് പുറമേക്ക് വരില്ല കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കണ്ണൻ്റെ അമ്മയാണ്. അപ്പോൾ കണ്ണൻ എന്താ കയ്യൊക്കെ ഒട്ടിച്ച് മടക്കി യോഗ കാണിക്കാൻ നോക്കുക, നടക്കുന്നില്ല. മോനെ മൂപ്പരെണ്ണ യോഗ ഒക്കെ കാണിച്ച് അങ്ങനെ ഗൈസ് ഞാൻ എല്ലാവരോടും ടാറ്റാ ബേബിയെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. വലിയ നാളെ നേരത്തെ വരേണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോരുകയാണ്. തുമ്പമേനെ കോട്ടടിച്ചിട്ടുണ്ട്. അല്ലൂസ് തിരിച്ച് വന്നില്ല ഗൈസ്. അവൻ അച്ഛമ്മേൻ്റെ കൂടെ നിൽക്കണോ എന്ന് പറഞ്ഞ ഒരു 1.5 വാശിയായിരുന്നു. പിന്നെ അമ്മയും പറഞ്ഞു നിങ്ങൾ എല്ലാവരും പാടെ വണ്ടിയിൽ പോകണ്ട, അവനോടെ നിന്നോട്ടെ, നാളെ രാവിലെ അച്ഛൻ വരുന്ന സമയത്ത് അവരിനുള്ള ഡ്രസ്സ് കൊടുത്തേച്ചാൽ മതി, ഇവിടുന്ന് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് ഉണ്ടായിരുന്നത് ഗൈസ്. ബാക്കിയുള്ള വ്ളോഗ് അതായത് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നതുകൊണ്ട് ബാഗിൽ ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാം സേഫായിട്ട് ഇരുന്നിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗ് നമുക്ക് കല്യാണത്തിൻ്റെ വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ബൈ.